നമ്മുടെ തൊട്ടയൽ രാജ്യമായ ബംഗ്ലാദേശിൽ നിന്ന് അതിദാരുണവും ഭീകരവുമായ ഒരു വാർത്തയാണ് പുറത്തു വരുന്നത്. നമുക്കറിയാം ബംഗ്ലാദേശിൽ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് നമുക്കറിയാം. കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി ബംഗ്ലാദേശ് കത്തുകയാണ്. കലാപകാരികൾ ബംഗ്ലാദേശിൽ അഴിഞ്ഞാടുകയാണ്. അവിടുത്തെ ന്യൂനപക്ഷങ്ങൾ, അതായത് ഹിന്ദുക്കൾ, ക്രിസ്ത്യാനികൾ, ബൗദ്ധർ, ജൈനർ, സിഖുകാർ, അവരെയൊക്കെ ഓടിച്ചിട്ട് തല്ലിക്കൊല്ലുകയാണ്, വേട്ടയാടുകയാണ്. കഴിഞ്ഞ ദിവസം ഒരു ഹിന്ദു യുവാവിനെ പരസ്യമായി തച്ചു കൊന്ന് വിളക്കുകാലിൽ കെട്ടിവെച്ച് കത്തിച്ചു കളഞ്ഞത് നമ്മൾ ദൃശ്യങ്ങളടക്കം കണ്ടതാണ്. ഇപ്പോൾ അതിലും ദാരുണമായ ഒരു സംഭവം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നു. ഇന്നലെ പുലർച്ചെ, അതായത് ഞായറാഴ്ച പുലർച്ചെയാണ് സംഭവം. ഒരു വീട് ആക്രമിച്ച അക്രമികൾ 7 വയസ്സുകാരിയെ, ഒരു പെൺകുട്ടിയെ ചുട്ടു കൊന്നു എന്നുള്ളതാണ്. ആ അതിഭീകരമായ ആ അങ്ങേറ്റത്തെ മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിക്കുന്ന, തകർത്ത് കളയുന്ന കൊടും ക്രൂരത നടത്തിയത് ചെറുപ്പക്കാരാണ്. ഒരു കൂട്ടം ചെറുപ്പക്കാരായ കലാപകാരികളാണ്. ആരൊക്കെയാണ് അവർ എന്ന് വിവരം പുറത്തു വന്നിട്ടില്ല. പക്ഷേ ഈ സംഭവം ബംഗ്ലാദേശിനെ മാത്രമല്ല, ലോക മനസാക്ഷിയെ തന്നെ നടുക്കിയിരിക്കുകയാണ്. എല്ലാവരും, ഈ ലോകരാഷ്ട്രങ്ങളടക്കം അതിഭീകരമായ ഈ പ്രവൃത്തിയെ കടുത്ത ഭാഷയിൽ അപലപിക്കുന്നു. എത്രയും വേഗം കുറ്റവാളികളെ നിയമത്തിൻ്റെ മുന്നിൽ എത്തിക്കണം എന്നാണ് ലോകരാഷ്ട്രങ്ങൾ മുഴുവനും ആവശ്യപ്പെടുന്നത്. ധാക്കയിലെ ലക്ഷ്മിപൂർ സദർ ഉപജില്ലയിലാണ് സംഭവം നടന്നത്. ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടി, BNP എന്ന് പറയുന്ന പാർട്ടി നമുക്കറിയാം. അവർ ഇപ്പോഴത്തെ ഈ അവാമി ലീഗിന്റെ നേരെ എതിർകക്ഷിയാണ്, മുഖ്യ പ്രതിപക്ഷമാണ്. ആ പാർട്ടിക്ക് ഈ ഇപ്പോൾ നടന്ന സംഭവങ്ങളുമായിട്ടൊന്നും ഒരു ബന്ധവുമില്ല. അവർ ജനാധിപത്യ രീതിയിൽ പ്രവർത്തിക്കുന്ന മറ്റൊരു പാർട്ടിയാണ്. ആ BNPയുടെ നേതാവായ ബിലാൽ ഹുസൈൻ്റെ മകളെയാണ് ഈ കൊടും ക്രൂരതയ്ക്ക് കലാപകാരികൾ ഇരയാക്കിയത്. അദ്ദേഹത്തിൻ്റെ വീട് ആക്രമിച്ചു, ആ വീടിന് തീ കൊളുത്തി. അദ്ദേഹത്തിൻ്റെ മകൾ 7 വയസ്സുകാരി ആയിഷ എന്ന പെൺകുട്ടിയാണ് അതിദാരുണമായി പൊള്ളലേറ്റ് മരിച്ചത്. അതിൻ്റെ വിശദമായ റിപ്പോർട്ടിലേക്ക് ഞാൻ കടക്കാം. ഈ അക്രമികൾ വാതിലുകൾ പുറത്തുനിന്ന് പൂട്ടി, എന്നിട്ട് പെട്രോൾ ഒഴിച്ച് വീടിന് തീയിടുകയായിരുന്നു. പറയുന്നത് ഇതിന് ദൃക്സാക്ഷിയായ ബിലാലിൻ്റെ മാതാവ് ഹസീറ ബീഗമാണ് ഈ വിവരം പറയുന്നത്. വാതിലുകൾ പൂട്ടിയതിനാൽ വീട്ടിനുള്ളിലുള്ളവർക്ക് പുറത്തു കടക്കാനായില്ല. അകത്ത് ബിലാൽ ഉൾപ്പെടെ, ബിലാലും അദ്ദേഹത്തിൻ്റെ 2 മക്കളും അകത്ത് പെട്ടുപോയി. അവർ 60% പൊള്ളലേറ്റ് മരണത്തിനോട് മല്ലടിച്ചു കൊണ്ടിരിക്കുകയാണ്. ബിലാൽ ഹുസൈൻ, മക്കളായ സൽമ അക്തർ 16 വയസ്സ്, അതുപോലെ സാമിയ അക്തർ 14 വയസ്സ്. ഈ 3 പേരും ഗുരുതരമായി പൊള്ളലേറ്റ് ചികിത്സയിലാണ്. അവരെ ധാക്കയിലെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ബേൺ ആൻഡ് പ്ലാസ്റ്റിക് സർജറിയിലേക്ക് മാറ്റിയിരിക്കുകയാണ്. അതേസമയം ബിലാലിന്റെ ഭാര്യ നജ്മ, 4 മാസം പ്രായമുള്ള കുഞ്ഞ് അബീർ, 6 വയസ്സുകാരനായ മകൻ ഹബീബ് എന്നിവർ എങ്ങനെയോ രക്ഷപ്പെട്ടു. അവർ എങ്ങനെ രക്ഷപ്പെട്ടു എന്ന് വിശദമായിട്ട് വാർത്തയിൽ പറയുന്നില്ല. പക്ഷേ അവർ 3 പേരും രക്ഷപ്പെട്ടിരിക്കുന്നു എന്നാണ്. ഏറ്റവും ദാരുണമായ ഈ കൊടിയ ക്രൂരത ബംഗ്ലാദേശിൽ അരങ്ങേറിയത് എങ്ങനെ എന്ന് ചിന്തിച്ച് ലോകം നടുങ്ങുകയാണ്. എന്തായാലും ഈ കൊടും ക്രൂരത നടത്തിയ കലാപകാരികൾക്ക് ഒരു കാരണവശാലും മാപ്പ് കൊടുക്കരുത് എന്നാണ് ജനമനസ്സുകളിൽ ഉയരുന്ന വികാരം. കഴിഞ്ഞ ദിവസം നമുക്കറിയാം, അവിടെ ഇതെല്ലാം വിദ്യാർത്ഥി പ്രക്ഷോഭത്തിന്റെ മറവിൽ, ജൻസി പ്രക്ഷോഭത്തിന്റെ മറവിൽ നടക്കുന്നതാണ്. ഇതേ ജൻസി പ്രക്ഷോഭമാണ് ഇന്ത്യയിലും നടത്തണം എന്ന് നമ്മുടെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ആവശ്യപ്പെടുന്നത്. എന്തിനാണ് ഈ ഭരണം അട്ടിമറിക്കാൻ ഇത്തരത്തിൽ ഇവരൊക്കെ ചെയ്തു കൂട്ടുന്നത്? ഇപ്പോൾ ബംഗ്ലാദേശിൽ താൽക്കാലികമായ ഒരു ഇടക്കാല സർക്കാരാണ് ഭരിക്കുന്നത്. മുഹമ്മദ് യൂനസ് എന്ന അവിടെ ഭരിച്ചിരുന്ന ഷെയ്ഖ് ഹസീനയെ അവിടെ നിന്ന് നിഷ്കാസനം ചെയ്ത് അവിടെ നിന്ന് ഓടിച്ചു വിട്ടിട്ട് ഇടക്കാല സർക്കാർ രൂപീകരിക്കാൻ സൈന്യമാണ് മുൻകൈയെടുത്തത്. ആ സൈന്യത്തിന്റെ ചെയ്തികളുടെ ക്രൂരത ഇന്ന് അനുഭവിക്കേണ്ടി വരുന്നത് അവിടുത്തെ നിരാലംബരായ, നിസ്സഹായരായ പാവം ജനതയാണ് എന്ന് മനസ്സിലാക്കണം. ഈ
പേ പിടിച്ച വിദ്യാർത്ഥികൾ, അങ്ങനെ തന്നെ പറയേണ്ടിയിരിക്കുന്നു, പേ പിടിച്ച വിദ്യാർത്ഥികൾ തെരുവിലിറങ്ങി കണ്ണിൽ കണ്ടതെല്ലാം നശിപ്പിക്കുകയാണ്, മനുഷ്യരെ കൊന്നൊടുക്കുകയാണ്. കേവലം മതത്തിന്റെ പേരിൽ, മതമൗലികവാദത്തിന്റെ പേരിൽ ഉണ്ടായിരിക്കുന്ന ഭീകരത അവിടെ നടമാടുകയാണ്. മത വെറി പൂണ്ട ഒരു കൂട്ടം കലാപകാരികൾ, പേയിളകിയ കലാപകാരികൾ നാട് നശിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്, മനുഷ്യരെ കൊല്ലാക്കൊല ചെയ്യുകയാണ്. അത് പിഞ്ചു കുട്ടികളെ പോലും അതിൽ നിന്ന് വിടുന്നില്ല. എങ്ങനെയാണ് ഈ കൊച്ചു കുട്ടികളെയൊക്കെ ഇത്തരത്തിൽ കൊല്ലാൻ തോന്നുന്നത്? അവരെ എങ്ങനെ ഇല്ലാതാക്കാൻ കഴിയുന്നു എന്ന് ചിന്തിക്കുമ്പോൾ നമുക്ക് ഭ്രാന്ത് പിടിക്കുകയാണ്. അത്ര കൊടിയ ക്രൂരതയാണ് അവിടെ അരങ്ങേറുന്നത്. അതുമാത്രമല്ല, കഴിഞ്ഞ ദിവസം ദീപു ചന്ദ്രദാസ് എന്ന യുവാവിനെ, ഒരു ഫാക്ടറി തൊഴിലാളിയെ മതനിന്ദ നടത്തിയെന്ന കുറ്റം ആരോപിച്ച് ജനക്കൂട്ടം വിചാരണ ചെയ്ത് അടിച്ചു കൊന്നു. മൃതദേഹം ഒരു വിളക്കുകാലിൽ കെട്ടിവെച്ച് തീ കൊളുത്തി അഗ്നിക്കിരയാക്കി. ആ കേസിൽ അതും വലിയ പ്രതിഷേധത്തിന് കാരണമായി. ലോകരാഷ്ട്രങ്ങളെല്ലാം അപലപിക്കുകയും കുറ്റവാളികളെ ഉടനടി അറസ്റ്റ് ചെയ്യണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. അതിൻ്റെ ഫലമായിട്ട് മുഹമ്മദ് ലിമോൺ സർക്കാർ 19 വയസ്സ്, മുഹമ്മദ് താരേഖ് ഹുസൈൻ 19 വയസ്സ്, മുഹമ്മദ് മണിക് മിയ 20 വയസ്സ്, ഇർഷാദ് അലി 39 വയസ്സ്, നിജുൻ ഉദ്ദീൻ 20 വയസ്സ്, അലംഗീർ ഹുസൈൻ 38 വയസ്സ്, മുഹമ്മദ് മിരാജ് ഹുസൈൻ അക്കോൺ 46 വയസ്സ് എന്നിവർ അറസ്റ്റിലായിട്ടുണ്ട്. ഇത് മൈമൻസിംഗ് പട്ടണത്തിലാണ് ഈ ദാരുണമായ സംഭവം നടന്നത് എന്ന് നമ്മൾ വാർത്തകളിൽ നിന്ന് മനസ്സിലാക്കുന്നു. ഈ പിടിയിലായ 7 പേരെ കുറിച്ചുള്ള വിവരം പുറത്തുവിട്ടത് ഇടക്കാല സർക്കാരിനെ നയിക്കുന്ന മുഹമ്മദ് യൂനസ് തന്നെയാണ്. അദ്ദേഹത്തിന് മുഖം രക്ഷിക്കാൻ മറ്റു വഴികളില്ല, അതുകൊണ്ട് ഇവരെ അറസ്റ്റ് ചെയ്തേ മതിയാവുകയുള്ളൂ. ബംഗാളിൽ ഹിന്ദു ന്യൂനപക്ഷ വേട്ട, അതുപോലെ ക്രിസ്ത്യൻ ന്യൂനപക്ഷ വേട്ട, സിഖ് ന്യൂനപക്ഷ വേട്ട, ബൗദ്ധ ജൈന വേട്ട ഒക്കെ നടന്നു വരികയാണ്. അതൊക്കെ നമുക്കറിയാം. എന്നാൽ അതും കടന്നിപ്പോൾ അവിടെ തദ്ദേശീയരായ മുസ്ലിങ്ങളെ പോലും രാഷ്ട്രീയത്തിന്റെ പേരിൽ ആക്രമിക്കുന്നു. ജമാഅത്ത് ഇസ്ലാമി നേതൃത്വം നൽകുന്ന ഈ വിദ്യാർത്ഥി പ്രക്ഷോഭം എതിർ രാഷ്ട്രീയ ചേരിയിലുള്ളവരെ മുഴുവനും ചാരന്മാരെന്ന് മുദ്രകുത്തി അവരെ വേട്ടയാടുകയാണ്. അതിന്റെ തുടക്കമാണ് 1971 യുദ്ധത്തിന് കാരണമായതും ഇത്തരത്തിലുള്ള ഒരു വേട്ടയാണ്. പാകിസ്ഥാൻ അവിടെ ഒരു വിഭാഗത്തെ, അവർ മുസ്ലിങ്ങളാണെങ്കിൽ പോലും ആ വിഭാഗത്തെ ചാരന്മാരെന്നും ഒറ്റുകാരെന്നും ഒക്കെ ആരോപിച്ച് വേട്ടയാടിയ സംഭവം നമുക്കറിയാം. വലിയ തോതിലാണ് ബംഗ്ലാദേശിൽ നിന്ന് ഇന്ത്യയിലേക്ക് അന്ന് അഭയാർത്ഥി പ്രവാഹം ഉണ്ടായത്. ജീവൻ കയ്യിൽ പിടിച്ച് ഉണ്ടായിരുന്നതെല്ലാം ഇട്ടെറിഞ്ഞ് അവിടെ കളഞ്ഞിട്ട് ഉപേക്ഷിച്ചിട്ട് ഇന്ത്യയിലേക്ക് ഓടി വന്ന നിസ്സഹായരായ മനുഷ്യരുടെ ചരിത്രം നമുക്കറിയാം. സമാനമായ ഒരു അവസ്ഥയിലേക്കാണ് ബംഗ്ലാദേശ് പോയിക്കൊണ്ടിരിക്കുന്നത്. എത്രയും വേഗത്തിൽ ഇന്ത്യ അടക്കമുള്ള രാഷ്ട്രങ്ങൾ ഇടപെടണം എന്ന ആവശ്യം ലോകത്തിന്റെ വിവിധ കോണുകളിൽ നിന്ന് ഉയർന്നു കഴിഞ്ഞിരിക്കുന്നു. എന്തായാലും ഈ വിഷയത്തിൽ ഇന്ത്യ കാര്യങ്ങൾ നിരീക്ഷിച്ചു വരുന്നു. വിദേശകാര്യ മന്ത്രാലയം പലപ്പോഴും ഇടപെട്ടു, UN-ലടക്കം സമ്മർദ്ദം ചെലുത്തിയിട്ടുണ്ട്. ഡോക്ടർ ശശി തരൂരിനെ പോലെയുള്ളവർ കടുത്ത പ്രതിഷേധവുമായിട്ട് രംഗത്ത് വന്നിരിക്കുന്നു. നമ്മുടെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിക്ക് ഈ കാര്യത്തിൽ ഒരു അക്ഷരം മിണ്ടാനില്ല. അദ്ദേഹം വാ തുറന്നിട്ടില്ല ബംഗ്ലാദേശിന്റെ വിഷയത്തിൽ. അവിടുത്തെ ഹിന്ദുക്കളുടെയും മറ്റു ന്യൂനപക്ഷങ്ങളുടെയും കാര്യത്തിൽ രാഹുൽ ഗാന്ധിക്ക് ഒന്നും പറയാനില്ല. പക്ഷേ ഡോക്ടർ ശശി തരൂർ സമയോചിതമായി പ്രവർത്തിച്ചു. അദ്ദേഹം ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടി മാത്രമല്ല, അവിടുത്തെ നിസ്സഹായരായ മറ്റു മനുഷ്യർക്ക് വേണ്ടിയും രംഗത്ത് വന്നു. കേന്ദ്ര സർക്കാർ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ഊർജിതമായ ഇടപെടലുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. ഇനിയും നടത്തുമെന്നാണ് നമ്മുടെ പ്രതീക്ഷ. എന്തായാലും കാത്തിരിക്കാം. ബംഗ്ലാദേശിലെ ആ കലാപകാരികളുടെ അഗ്നിക്കിരയായ ആ 7 വയസ്സുകാരി ആയിഷയ്ക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു.